കറക്റ്റായിട്ടുള്ള സൺസ്ക്രീൻ എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം, എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്രീം ബേസ്ഡ് സൺസ്ക്രീനും അതുപോലെ തന്നെ ഒരു ടിൻറ്റഡ് ബേസ്ഡ് സൺസ്ക്രീനും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ ഏതാണ് ഞാൻ എക്സാമ്പിളായിട്ട് ചൂസ് ചെയ്തത് പോൺസും, അതുപോലെ ടിൻറ്റഡ് ബേസ്ഡ് സൺസ്ക്രീൻ ഞാൻ എക്സാമ്പിളായിട്ട് ചൂസ് ചെയ്തത് ഹൈലറോണിക് ഡെർമാക്കോ ടിൻറ്റഡ് സൺസ്ക്രീനുമാണ്. അപ്പം നമുക്ക് ഈ ഹൈലറോണിക് ടിൻറ്റഡ് സൺസ്ക്രീനും അതുപോലെ ക്രീം ബേസ്ഡ് സൺസ്ക്രീനും ഞാൻ എൻ്റെ കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കുക എങ്ങനെയാണ് അതിൻ്റെ ലുക്ക് എങ്ങനെയാണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു സൈഡിൽ പോൺസിൻ്റെ ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ, അപ്പുറത്ത് ഹൈലറോണിക് ഡെർമാക്കോ ടിൻറ്റഡ് തേച്ചു. അത് കണ്ടു, ടെക്സ്ചർ കണ്ടു. ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ ഒരു ക്രീമി ഓയിലി ലുക്കും, മറ്റേത് ഒരു ഉണങ്ങിയ ഒരു ഡ്രൈനെസ് പോലെ ഒരു ഫൗണ്ടേഷൻ ടെക്സ്ചറുമാണ്. ഇപ്പം ഞാൻ തേച്ച് പിടിപ്പിച്ചപ്പോൾ കണ്ടോ, ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ അത്ര വൈറ്റ് കാസ്റ്റ് ഇല്ല, പക്ഷേ നമ്മുടെ ടിൻറ്റഡ് ഡെർമാക്കോളിനകത്ത് ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഇട്ട പോലുള്ള ഒരു വൈറ്റ്നെസ് തോന്നിക്കുന്നു. അതിനാണ് നല്ല വൈറ്റ്നെസ് ആയിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾ